ഈ സ്ത്രീക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു? കഷ്ടം തന്നെ. എൻ്റെ പൊന്നു രാധു, ഞാൻ നിന്നെ വിളിക്കാനിരുന്നതാ. പിന്നെ ഓർത്തു നിനക്കൊരു സർപ്രൈസ് തരാമെന്ന്. പക്ഷെ അതിനിടയ്ക്ക് ചന്ദ്രേട്ടൻ ദർശനുമായി സംസാരിച്ച വിവരം ഞാൻ അറിഞ്ഞില്ല. ദാ ഇവിടെ വന്നു കഴിഞ്ഞാ ഞാൻ അതറിഞ്ഞത്. അത് ശരിയാ രാധികേ, ഞാൻ കാരണം തന്നെ സർപ്രൈസ് ആക്കാനുള്ള പ്ലാനൊക്കെ പൊളിഞ്ഞൂന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ എന്നോട് വഴക്കായിരുന്നു തൻ്റെ ഈ ഫ്രണ്ട്. ചന്ദ്രശേഖരനായി അഭിനയിക്കുന്ന ആളും തനിക്ക് കിട്ടിയ റോൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ മത്സരിച്ച് അഭിനയിച്ചു. ഇനിയിപ്പോ പിണക്കവും പരിഭവവും പറച്ചിലുമൊക്കെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടാകാം. താനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്ന് കരുതി രുദ്രനും കാര്യമായി അങ്ങ് അഭിനയിച്ച് തകർത്തു. രുദ്രൻ പറഞ്ഞതിനോട് ശരിവെച്ചുകൊണ്ട് ഏവരും ടേബിളിന് ചുറ്റും ഇരിപ്പുറപ്പിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദർശനും ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് പരമായ ചർച്ചകൾ നടന്നു. രാധികയാട്ടെ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുമായി കാര്യമായ സംസാരത്തിലും ഒക്കെയും കണ്ട് മോഹിനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് തൻ്റെ മുമ്പിൽ അരങ്ങേറുന്നത്? ഭക്ഷണം പകുതിയായപ്പോഴത്തേക്കും കല്യാണക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ദർശൻ തുടങ്ങി വെച്ചു. അപ്പോൾ ചന്ദ്ര, കാര്യങ്ങളൊക്കെ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ച് കെട്ടിക്കേണ്ടേ? പിന്നെ വേണ്ടേ? അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ കൂടിയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലേ ശ്രീജേ? പിന്നല്ലാതെ. എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം മാർഷനിൽ ഒന്ന് കൂടിയാലോ? എൻ്റെ ബ്രദറും ഫാദറും ഒക്കെ ആയി ചേർന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. എന്തു പറയുന്നു? ഓഫ് കോഴ്സ്, അതിനെന്താ? എപ്പോഴാ ടൈമെന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, ഞങ്ങൾ ഒരാഴ്ച ആവുമ്പോൾ ഡിന്നർ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ അവിടേക്ക് വന്നാൽ മതി. പിന്നെയും കുറച്ചു നേരം കൂടി ആ സംഭാഷണം നീണ്ടുപോയിരുന്നു. അവസാനം അന്നത്തെ കൂടിക്കാഴ്ചയുടെ മെമ്മറി എന്ന് പറഞ്ഞ് രാധിക എല്ലാവർക്കും ഒപ്പം ഒരു സെൽഫിയും എടുത്താണ് അവിടെ നിന്നും മടങ്ങിയത്. എന്നാൽ അതിന് പിന്നിലെ ഉദ്ദേശം ആ ഫോട്ടോയിൽ ഉള്ളവരെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നതായിരുന്നു. രാധിക ഉടൻ തന്നെ ആ ഫോട്ടോസ് സുജിത്തിന് അയച്ചു നൽകി തൻ്റെ ആവശ്യം അറിയിച്ചു. എൻ്റെ മോഹൻ ഭായ്, ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് ഓസ്കാർ ലെവൽ ആയിരുന്നു കേട്ടോ. കാറിനുള്ളിൽ ചന്ദ്രശേഖരനായി തകർത്താടിയ മോഹനെയും ലൈലയെയും അഭിനന്ദിക്കുകയാണ് രുദ്രൻ. താങ്ക് യു സാർ. എന്നാലും പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സാറിൻ്റെ അമ്മ ഞങ്ങൾക്ക് പ്രൊഫഷണൽസിനെ കടത്തിവെട്ടുന്ന പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. മിക്കവാറും എല്ലാം കലങ്ങി തെളിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ചിലപ്പോൾ ഞങ്ങളുടെ നാടക കമ്പനിയിൽ ജോലി നോക്കേണ്ടി വരും. കാരണം ചതി, അത് ഞാനോ എൻ്റെ അച്ഛനോ ഗ്രാൻഡ്പയോ ഒന്നും ക്ഷമിക്കാറില്ല. അത് പറയുമ്പോൾ രുദ്രൻ തനിക്കരികിലിരുന്ന മോഹിനിയെ ഒന്ന് നോക്കി. അതേസമയം തന്നെ അവളും ദയനീയമായി അവനെ ഒന്ന് നോക്കി. മോഹനെയും ലൈലയെയും അവർ പറഞ്ഞ സ്ഥലത്തിറക്കി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ കാറിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതയും ആകെപ്പാടുള്ള ടെൻഷനും ഒക്കെയായി മോഹിനിക്ക് കാർക്കിച്ചൊഴിക്കാൻ തുടങ്ങി. രുദ്രേട്ടാ, വണ്ടിയൊന്ന് ഒതുക്കാമോ? എനിക്കെന്തോ വല്ലായ്മ പോലെ. മുഖമാകെ ചുമന്ന് വല്ലായ്മയോടെ ചോദിക്കുന്ന മോഹിനിയെ കണ്ട് രുദ്രൻ വഴി സൈഡിലായി കാർ ഒതുക്കി. മോഹിനി ഉടൻ തന്നെ കാറിന് പുറത്തിറങ്ങി അല്പം ശുദ്ധവായു ആഞ്ഞു ശ്വസിച്ചു. നെഞ്ചിൽ കൈവച്ചു പതിയെ തിരുമ്മുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് ഒരു കുപ്പി മിനറൽ വാട്ടർ നീണ്ടുവന്നു. അവർ രുദ്രനെ നന്ദിയോടെ നോക്കിക്കൊണ്ട് ആ വെള്ളം വാങ്ങി കുടിച്ചു. കുറച്ചു നേരം ഇരുവരും ആ റോഡ് സൈഡിൽ വണ്ടിയൊതുക്കി അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾക്കിടയിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് മോഹിനി സംസാരിക്കാൻ തുടങ്ങി. രുദ്രേട്ടാ. എന്താ? അത് പിന്നെ, എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ലെന്നറിയാം. എങ്കിലും രുദ്രേട്ടന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? ഇല്ല. ഒരു തരി പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്നവളുടെ നോട്ടത്തെ പാടെ അവഗണിച്ചു കൊണ്ടൊരു മറുപടി. പിന്നെ ഒന്നും മിണ്ടാതെ മോഹിനി കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. തിരികെയുള്ള യാത്രയിൽ അവർക്ക് കൂട്ടായ വണ്ടിക്കുള്ളിൽ നിശബ്ദത നിറഞ്ഞു. ഹലോ മാർട്ടിൻ, ഞാൻ ഇപ്പോൾ അയച്ച ഫോട്ടോയിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കിട്ടണം. ഓക്കെ സുജിത് ഭായ്. അതൊക്കെ ഈ മാർട്ടിൻ ഏറ്റു. തൻ്റെ ശിങ്കിടിയെ ജോലി ഏൽപ്പിച്ച ശേഷം ഉടൻ തന്നെ സുജിത്തിൻ്റെ ഫോണിൽ നിന്നും രാധികയ്ക്ക് ഡൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പോയിരുന്നു. ഈ മെസ്സേജ് ലഭിച്ച രാധികയുടെ മുഖത്ത് ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. മാഡം, ആ ഫോട്ടോയിലുള്ള ആളുകൾ രണ്ടുപേരും ഇവിടെയുള്ള ഒരു ലോക്കൽ തിയേറ്റർ കമ്പനിയിലെ അഭിനേതാക്കളാണ്. മോഹൻ രാജു, ലൈല ഷുക്കൂറും. രണ്ടുപേരും ഇവിടെ സ്ട്രീറ്റിലാണ് താമസം. ഇവരെയൊക്കെ ഇവൾക്ക് എങ്ങനെയാ പരിചയമെന്ന് കണ്ടെത്തിയോ? ഞാൻ അന്വേഷിച്ചു മാഡം. ഈ ലൈലയുടെ ഭർത്താവ് ഷുക്കൂർ ഇവിടെ ഒരു ലോക്കൽ ഇവന്റ് മാനേജ്മെന്റ് റൺ ചെയ്യുന്നുണ്ട്. അധികം ബന്ധുക്കളൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇവർ കല്യാണത്തിനും മറ്റും ഡാൻസ് കളിക്കാൻ ഫേക്ക് ആയിട്ടുള്ള
ബന്ധുക്കളെ ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. മിക്ക ആളുകളും അയാളെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ബന്ധുക്കളെ ഹയർ ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ ഇവൾ എങ്ങനെ കണ്ടുപിടിച്ച് ചെയ്തു? ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ല മാഡം. ഈ ഷുക്കൂറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അയാളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. മിക്കവാറും മോഹിനി അങ്ങനെയാവും ഇയാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മാഡം പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ വന്ന സമയത്തെ മോഹിനിയല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഇവിടെ വന്ന സമയത്ത് ആ കുട്ടി എന്തിനും ഏതിനും മാഡത്തെ ഡിപ്പെൻഡ് ചെയ്തല്ലേ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മാഡം അവളെ കമ്പനിയുടെ ഫേസായി ലോഞ്ച് ചെയ്തു അന്ന് മുതൽ അവൾ ഇൻഡിപെൻഡൻസ് ആയി. മാഡം വിചാരിക്കുന്നത് പോലെ അവൾക്ക് ഇങ്ങനൊരു കാര്യം നടത്തിയെടുക്കുന്നത് അത്ര പാടുള്ള കാര്യമല്ല. സുജിത്ത് പറയുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം രാധിക ഓർക്കുന്നത് പോലും. ശരിയാണ്, അവളിപ്പോൾ എല്ലാ രീതിയിലും സ്വയം പ്രാപ്തയായി അറിയപ്പെടുന്ന ഒരു മോഡലാണ്. അവൾക്ക് ഇപ്പോൾ പല കാര്യങ്ങളും പുഷ്പം പോലെ നേടിയെടുക്കാൻ കഴിയും. യു ആർ റൈറ്റ് സുജിത്ത്. അവളെ എൻ്റെ ചിറകിനടിയിൽ നിന്നും പുറത്തു വിട്ടതാണ് എനിക്ക് സംഭവിച്ച പിഴവ്. ശേ, ഒരിക്കലും അവളെ ഇത്തരത്തിൽ ഇൻഡിപെൻഡൻസ് ആവാൻ അനുവദിക്കരുതായിരുന്നു. എൻ്റെ കൂടെ നിന്നും എൻ്റെ പ്ലാനുകളൊക്കെയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇങ്ങനെയൊരു നാടകം കളിച്ച് പരാജയപ്പെട്ടാൽ പോലും അവൾക്ക് എൻ്റെ അത്രയും കുഴപ്പങ്ങളുണ്ടാവില്ല. രുദ്രനെ നഷ്ടപ്പെട്ടാലും കമ്പനിയിൽ നിന്നും പുറത്താക്കിയാലും ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത മോഡലായതുകൊണ്ട് അവൾക്ക് മറ്റു വർക്കുകൾ കിട്ടാനും പാടില്ല. കാഞ്ഞ ബുദ്ധിയാണ് അവൾക്ക്. ഇനിയിപ്പോൾ എന്ത് വേണം മാഡം? ഇനിയുള്ള നീക്കങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം സുജിത്ത്. അവൾ മിടുക്കിയ. ഈ വാടക ബന്ധുക്കളുടെ ഐഡന്റിറ്റി ആർക്കു മുമ്പിലും വെളിപ്പെടാതെ ഇരിക്കേണ്ടത് ഇപ്പോൾ മോഹിനിയേക്കാൾ കൂടുതൽ എൻ്റെ ആവശ്യമായി. അങ്ങനെ ആക്കിയെടുത്തവൾ. പക്ഷേ ഇതങ്ങനെ വിട്ടുകൊടുത്താൽ ഈ കല്യാണം നടക്കില്ലേ? ഏയ്, അങ്ങനെ ആരാ വിട്ടുകൊടുക്കുന്നത്? ഐ ഹാവ് എ പ്ലാൻ. സുജിത്ത്, എങ്ങനെയെങ്കിലും എനിക്ക് ഈ വാടക ബന്ധുക്കളെ കാണാൻ ഒരവസരം ഉണ്ടാക്കി താ. ശരി മാഡം. എൻ്റെ മകനെ കല്യാണം കഴിച്ചവൻ്റെ ഭാര്യയായി വാഴാൻ നീ മനക്കോട്ട കെട്ടി ഇരുന്നോ മോഹിനി? ചീട്ട് കൊട്ടാരം തകരുന്ന പോലെ നിന്റെ സ്വപ്നങ്ങൾ ഒക്കെയും തകരുന്നത് ഈ രാധിക നിനക്ക് കാണിച്ചു തരാം. വൈകിട്ട് രുദ്രനോടൊപ്പം ഡിന്നറിന് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു മോഹിനി. രാധിക എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി അപ്പാർട്ട്മെന്റ് സന്ദർശിച്ചാലോ എന്ന് വിചാരിച്ച് സരളയെ തൽക്കാലം ഷാനിൻ്റെ അടുത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ രുദ്രനും മോഹിനിയും മാത്രമേ ഉള്ളൂ. ഒരു ഐവറി കളർ സാറ്റിൻ ഡ്രസ്സാണ് അവളുടെ വേഷം. ഡ്രസ്സിൻ്റെ സിബ്ബ് ഒരുപാട് താഴെയായി സ്ഥിതി ചെയ്യുന്നതിനാൽ സിബ്ബ് കയറ്റാൻ പാടുപെടുകയാണ് മോഹിനി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് സിബ്ബിടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം മോഹിനിക്ക് വേണ്ടി അക്ഷമനായി ലിവിംഗ് റൂമിൽ കാത്തുനിന്ന് മുഷിഞ്ഞ രുദ്രൻ രണ്ടും കൽപ്പിച്ച് അവളുടെ മുറിയിലെ വാതിലിൽ ശക്തമായി കൊട്ടി. വാതിൽ തുറന്നത് രുദ്രൻ കാണുന്നത് തോളിൽ നിന്നും ഡ്രസ്സ് ഇറങ്ങി പോകാതെ ഇരിക്കാൻ ഒരു കൈകൊണ്ട് മാറിന് മുകളിൽ ഡ്രസ്സ് കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന മോഹിനിയാണ്. അവളുടെ ആ നിൽപ്പ് കണ്ടതും അവനാകെ വല്ലാതെയായി. നീ ഇതുവരെ റെഡിയായില്ലേ? എത്ര നേരമായി ഒരുങ്ങാനാണെന്ന് പറഞ്ഞ് കയറിയിട്ട്? തൻ്റെ പതർച്ചയെ മറച്ചു കൊണ്ടവൻ അവളോട് ചൂടാവാൻ തുടങ്ങി. അത് ഞാൻ ഈ സിബ്ബ്. തനിക്ക് മുമ്പിൽ നിന്നും പരുങ്ങുന്നവളെ കണ്ട രുദ്രന് കാര്യം മനസ്സിലായി. തിരിഞ്ഞു നിൽക്ക്. എന്താ? തിരിഞ്ഞു നിൽക്കാൻ. നിനക്ക് ഡ്രസ്സ് സിബ്ബ് ചെയ്യണ്ടേ? വേണം. എങ്കിൽ തിരിഞ്ഞു നിൽക്ക്. മോഹിനി തിരിഞ്ഞതും മുമ്പിൽ കണ്ട കാഴ്ച കണ്ട് രുദ്രൻ വെള്ളമിറക്കിപ്പോയി. ഡ്രസ്സിൻ്റെ സിബ്ബ് കൃത്യം അവളുടെ നിതംബത്തിന് മുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ പിറകു ഭാഗം മുഴുവനും അവന് നല്ല വൃത്തിയായി കാണാം. അവളുടെ നടുഭാഗത്തിന് ഇരുവശമായി കാണുന്ന ചുഴിയിലേക്ക് നോട്ടം പോയതും അവനിൽ എന്തെന്നില്ലാത്ത ഒരു പരിവേഷം നിറഞ്ഞു. രുദ്രൻ സംയമനം പാലിച്ചുകൊണ്ട് അവളുടെ സിബ്ബ് പതിയെ കയറ്റിയിടുവാൻ തുടങ്ങി. സിബ്ബ് കയറുമ്പോൾ തൻ്റെ പുറത്ത് അനുഭവപ്പെടുന്ന അവൻ്റെ വിരലുകളുടെ സ്പർശനം മോഹിനിയെയും കോരി തരിപ്പിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം രുദ്രനും മോഹിനിയും തമ്മിൽ ഇങ്ങനെ അടുത്തിടപെടുന്നത് അപ്പോഴായിരുന്നു. ഇരുവരുടെയും ഉള്ളിലും വികാരത്തിൻ്റെ വേലിയേറ്റം നടന്നു. എങ്കിലും ഇരുവരും ഒക്കെയും അടക്കി പിടിച്ചു നിന്നു. ഒടുവിൽ സിബ്ബ് ഇട്ടുകൊടുത്ത് രുദ്രൻ അകന്നു മാറിയപ്പോഴാണ് ഇരുവരും നേരെ ചൊവ്വെ ശ്വാസമെടുത്തത്. അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി ഇരുവരും നേരെ പോയത് മോഹിനിയെയും ലൈലയെയും പിക്ക് ചെയ്യാനായിരുന്നു. മാർഷനിലേക്കുള്ള വഴിയിൽ ഡിന്നറിൻ്റെ സമയം എന്തൊക്കെ സംസാരിക്കണമെന്ന് രുദ്രൻ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. മാർഷനിൽ എത്തിയതും ഒരു സെർവൻ്റ് അവർക്കായി വാതിൽ തുറന്നു നൽകി. ആദ്യം ഡിന്നറിന് മോഹിനി വന്നപ്പോഴതുപോലെ എല്ലാവരും തന്നെ ലിവിംഗ് റൂമിൽ അവരെ കാത്തുന്ന പോലെ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ട പരിചയം വെച്ച് ദർശനാണ് ഏവർക്കും മോഹിനിയുടെ പാരൻസിനെ പരിചയപ്പെടുത്തിയത്.
തങ്ങളുടെ അഭിനയ പാടവത്താൽ ഏവരെയും കയ്യിലെടുത്ത മോഹനെയും ലൈലയും കണ്ട ഭാമ വല്ലാതെ അസൂയപ്പെട്ടു. അവരുടെ കണ്ണിൽ മോഹനും ലൈലയും മോഹിനി എന്ന ദേവികയുടെ അച്ഛൻ ചന്ദ്രശേഖറും അമ്മ ശ്രീജയും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പ്രൗഢിയും മറ്റും കണ്ട് അവർക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല തൻ്റെ മകൾ രോഹിതിനു മുൻപേ ദർശന്റെ വിവാഹം നടക്കുമല്ലോ എന്നോർത്തുള്ള കുശുമ്പുമുണ്ട്. ഡിന്നർ കഴിഞ്ഞതും ഏവരും കൂടി വീണ്ടും ലിവിംഗ് റൂമിൽ വന്നിരുന്നതും കല്യാണകാര്യത്തെക്കുറിച്ചുള്ള ചർച്ച സൂര്യവർദ്ധൻ തുടങ്ങിവച്ചു. സത്യം പറഞ്ഞാൽ പെണ്ണ് ചോദിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നതാ ചന്ദ്ര. അപ്പോഴല്ലേ താൻ ദർശനെ വിളിച്ച് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയിച്ചത്. ഇതിപ്പോ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ഫോർമാലിറ്റിയൊന്നും പ്രസക്തിയില്ല അങ്കിൾ. ഒരു ചിരിയോടെ മോഹൻ പറഞ്ഞപ്പോൾ സൂര്യവർദ്ധനും ശരിവെച്ചു. നിങ്ങളുടെ താല്പര്യം എന്താ? കുട്ടികളുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണോ അതോ ഇവിടെ മുംബൈയിൽ തന്നെ ഒരു വെഡ്ഡിംഗ് മതിയെന്നാണോ? എനിക്കിവിടെ മാർഷനിൽ വെച്ചൊരു ചെറിയ രീതിയിൽ കല്യാണം നടത്താനാണ് താല്പര്യം ഗ്രാൻഡ്പാ. ദേവികയ്ക്കും അങ്ങനെ തന്നെയാണെന്നാ പറഞ്ഞത് അല്ലേ? രുദ്രന്റെ ചോദ്യത്തിന് ഏവരെയും നോക്കി അവളൊരു ചെറു പുഞ്ചിരിയോടെ തലയാട്ടി.